പ്രിയപ്പെട്ടവരെ, നമുക്കിന്ന് കോണ്ടൂർ രേഖകളെ കുറിച്ച് പഠിക്കാം. ധാരാതലീയ ഭൂപടങ്ങളിൽ അടുത്തടുത്തായി വരയ്ക്കുന്ന കോണ്ടൂർ രേഖകളെ എന്തിനെ സൂചിപ്പിക്കുന്നു? കുത്തനെയുള്ള ചെരിവ്. എന്താണ് ധാരാതലീയ ഭൂപടങ്ങൾ? ഭൂമിയുടെ ഉപരിതലത്തിലെ സ്വാഭാവികവും മനുഷ്യനിർമ്മിതവുമായ സവിശേഷതകളെ കൃത്യമായ അളവുകളോടെയും വിശദമായും ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ധാരാതലീയ ഭൂപടങ്ങൾ. ഒരു ധാരാതലീയ ഭൂപടങ്ങളിൽ എന്തെല്ലാം രേഖപ്പെടുത്താറുണ്ട്? ഭൂമിയുടെ കിടപ്പ്, റോഡുകൾ, നദികൾ, വനങ്ങൾ, റെയിൽവേ പാതകൾ. ഒരു ധാരാതലീയ ഭൂപടത്തിൽ മഞ്ഞ നിറം എന്തിനെ സൂചിപ്പിക്കുന്നു? കൃഷിഭൂമിയെ സൂചിപ്പിക്കുന്നു. ധാരാതലീയ ഭൂപടങ്ങളിൽ പച്ച നിറം എന്തിനെ സൂചിപ്പിക്കുന്നു? വനപ്രദേശങ്ങൾ, പുൽമേടുകൾ, തോട്ടങ്ങൾ, ജലാശയങ്ങൾ. തവിട്ട് നിറം എന്തിനെ സൂചിപ്പിക്കുന്നു? കുന്നുകൾ, മലകൾ. ചുവപ്പ് നിറം എന്തിനെ സൂചിപ്പിക്കുന്നു? റോഡുകൾ, സെറ്റിൽമെൻറ്റുകൾ. കറുപ്പ് നിറം എന്തിനെ സൂചിപ്പിക്കുന്നു? റെയിൽവേ ലൈനുകൾ, ടെലിഫോൺ ലൈനുകൾ, അക്ഷാംശ രേഖാംശ രേഖകൾ. ഈസ്റ്റിങ്സ്, നോർത്തിങ്സ് എന്നീ രേഖകൾ ചേർത്തുണ്ടാകുന്ന റഫറൻസ് ഗ്രിഡ് ഉപയോഗിച്ച്. ഇന്ത്യയിൽ ധാരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്നത് എവിടെ? ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിൽ. എന്താണ് കോണ്ടൂർ രേഖകൾ? ഭൂനിരപ്പിൽ നിന്ന് ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് ധാരാതലീയ ഭൂപടങ്ങളിൽ വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് കോണ്ടൂർ രേഖകൾ. ഒരു ധാരാതലീയ ഭൂപടത്തിൽ കോണ്ടൂർ രേഖകൾ ഏത് നിറത്തിൽ കാണപ്പെടുന്നു? തവിട്ട് നിറം. എന്തിനെയാണ് കോണ്ടൂർ രേഖകൾ സൂചിപ്പിക്കുന്നത്? സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരമാണ് ഈ രേഖകൾ സൂചിപ്പിക്കുന്നത്. കോണ്ടൂർ ഇടവേള എന്നാൽ എന്ത്? അടുത്തടുത്തുള്ള രണ്ട് കോണ്ടൂർ രേഖകൾ തമ്മിലുള്ള ഉയര വ്യത്യാസത്തെ കോണ്ടൂർ ഇടവേള എന്ന് പറയുന്നു. കോണ്ടൂർ ഇടവേളയുടെ സവിശേഷതകൾ. ഭൂപ്രകൃതി മനസ്സിലാക്കാനും രേഖകൾ തമ്മിലുള്ള അകലം നോക്കി ആ പ്രദേശത്തിൻ്റെ ചെരിവ് മനസ്സിലാക്കാനും സഹായിക്കുന്നു. കോണ്ടൂർ രേഖയിൽ അടുത്തടുത്തുള്ള രേഖകൾ എന്തിനെ സൂചിപ്പിക്കുന്നു? കുത്തനെയുള്ള ചെരിവ്. അകന്നിരിക്കുന്ന രേഖകൾ എന്തിനെ സൂചിപ്പിക്കുന്നു? കുറഞ്ഞ ചെരിവ്. തുല്യ അകലത്തിലുള്ള രേഖകൾ എന്തിനെ സൂചിപ്പിക്കുന്നു? ഏകമാനമായ ചെരിവ്.